ഹലോ ഗെയ്സ്, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാട്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പുനലൂർ വന്ന് പേപ്പർ മില്ല് എല്ലാം കണ്ട്. ഇത് ഞങ്ങളുടെ തൊട്ട് താഴത്തെ ആറ്റുകടവിലെ പാലമാണ്. ഇത് ഞങ്ങളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കിവിടെ പാലം വന്നതാണ്. ഇവിടെ നല്ല രസമാണ് കാണാൻ. നമ്മുടെ തൊട്ട് താഴെ പുഴ. ഞങ്ങൾ ഇല്ല സൈഡിലൊക്കെ ആ പോച്ച കാണുന്ന ആ സൈഡിലൊക്കെ ആടിനെയും കൊണ്ട് തീറ്റാനൊക്കെ വന്നിട്ടുണ്ട്. തോലൊടിക്കാനും ഒക്കെ വന്ന് ഞങ്ങൾ കളിച്ച് വളർന്ന സ്ഥലമാണിത്. ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു പാലം വരണമെന്ന്. ഈ പാലം ഇത് എലിക്കാട്ടൂരാണ്. പത്തനാപുരവും കാര്യറയും പുനലൂരും ഒക്കെ ആയിട്ട് എളുപ്പം ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്. ഞങ്ങൾക്ക് വല്ലാതെ ഞങ്ങൾ മോഹിച്ച സ്ഥലത്തെ പാലമാണിത്. ഞങ്ങളുടെ കുളിക്കടവും ഞങ്ങൾ ഈ സൈഡ് വഴിയായിരുന്നു കുളിക്കാൻ മേളിലായിരുന്നു കുളിക്കടവ്. ഇപ്പോൾ കുളിക്കടവൊക്കെ കുളിക്കാനൊന്നും ആരും അങ്ങനെ പോകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ കുളിക്കടവെല്ലാം കാട് കയറി കിടക്കുകയാണ്. ഇല്ല കാണുന്ന പാറയിലാണ്. അവിടെ ഞങ്ങളുടെ കുളിക്കടവ് അവിടെ ആയിരുന്നു. ഇപ്പം വെള്ളം കയറി. ഇപ്പം വെള്ളപ്പൊക്കമാണ്, നല്ല വെള്ളപ്പൊക്കമുണ്ട്. പണ്ട് ഇവിടെ ഒരു അമ്പലമുണ്ട്. ഞങ്ങൾ ഉത്സവത്തിനൊക്കെ ഞങ്ങളെല്ലാവരും ജാതിഭേദമില്ലാതെ എല്ലാവരും പോകും. പറയെടുക്കാനൊക്കെ വരും. ഉത്സവത്തിൻ്റെ ആ സമയത്ത് പറയെടുക്കാനൊക്കെ വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലും വന്ന് പറയെടുപ്പിന് തിരുമേനിയൊക്കെ വന്ന് എടുത്തിട്ടുണ്ട്. എൻ്റെ ഉമ്മ നെല്ലൊക്കെ പറയടിന്ന് കൊടുക്കും. അങ്ങനെ പറയൊക്കെ എടുത്തിട്ടുണ്ട്. ഇല്ല തോട്ടത്തിൻ്റെ ആ സൈഡിലാണ് അമ്പലം. റോഡേ അങ്ങ് പോകണം അമ്പലം പിടിക്കണമെന്നുണ്ടെങ്കിൽ. പാലം പത്തനാപുരത്ത് പോകാനും ഇത് എലിക്കാട്ടൂർ പാലം എന്ന് പറയും. എലിക്കാട്ടൂർ കടവാണിത്. പത്തനാപുരത്ത് പോകാനും പുനലൂർ പോകാനും കാര്യറ പോകാനും ഒക്കെ പെട്ടെന്നുള്ള ഒരു പാലമാണിത്. ഇക്കായി മോനിൽ അവിടെ നിന്ന് വീഡിയോ പിടിക്കുന്നു. എൻ്റെ പൊന്നുമോൻ ഈ പാലം കണ്ടിട്ടില്ല. എൻ്റെ മോനായതിന് ശേഷം ഇവിടെ ഞങ്ങളങ്ങനെ വന്നിട്ടില്ല പാലം കാണാനൊന്നും. വീടിന് തൊട്ട് താഴെയാണ്, ഒരു 100 മീറ്റർ താഴെ എൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഞങ്ങൾ കളിച്ച് വളർന്ന ഞങ്ങളുടെ സ്ഥലമാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ പാലം വരുന്നെന്ന് പറഞ്ഞിട്ട് പാലം വന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഒരു 3-4 വർഷമായി പാലം വന്നിട്ട്. പക്ഷേ മോനെ കൊണ്ടുവന്ന് ഇതേവരെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വരും, തിരക്ക് കാരണം പെട്ടെന്ന് വീട്ടിൽ കയറി അപ്പോഴേ തിരിച്ച് നമ്മളങ്ങ് പോകും. ഇവിടോട്ട് വരാനും ഇങ്ങനെ ഫോട്ടോ എടുക്കാനും വീഡിയോ പിടിക്കാനും ഒന്നും സമയം കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മൾ അതിനായിട്ട് വന്നതാണ്. എൻ്റെ പ്രകൃതി രമണീയമായ നാടാണിത്. ഞങ്ങളുടെ കുളിക്കടവ്. എൻ്റെ മോന് ആറ്റിൽ വെള്ളത്തിലൊന്ന് ഇറങ്ങണമെന്നാണ് പറയുന്നത്. അങ്ങ് ചെന്ന് ഇറങ്ങാം അവനെ ഒന്ന് ഇറക്കട്ടെ. ഞങ്ങളിതിങ്ങനെ നടന്നായിരുന്നു ഈ സൈഡിൽ കൂടെ നടന്നാൽ ഞങ്ങൾ കുളിക്കാനും തുണി കഴുകാനും ഒക്കെ കരയിൽ പോകുന്നത്. അപ്പം മോന് പാലത്തിൻ്റെ അടിയ അവനപ്പം വെള്ളത്തിലൊന്ന് ഇറങ്ങണമെന്ന് പറയുന്നു. മോനെ വെള്ളത്തിലൊന്ന് ഇറക്കാൻ പോവുക. മോന് വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറയുന്നു. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇവിടെ എല്ലാം തുളി കണ്ട. പണ്ട് ഞങ്ങൾ നടന്നു പോയ സ്ഥലം തുളി. കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങാൻ പാടാ. അപ്പോൾ അവനെ അടുത്ത് കൊണ്ടുവന്നൊന്ന് ആറ് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്നുകുട്ടാ
കണ്ടോ ആറ്? കണ്ട ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഉമ്മച്ചിയൊക്കെ ഇതിലേ കൂടെ ആയിരുന്നു പണ്ട് കുളിക്കാനൊക്കെ പോകുന്നത്. ഉമ്മച്ചിയുടെ കുളിക്കാനും ആടിനെ തീറ്റാനും ആടിന് തോലൊടിക്കാനും. ഇവിടെ ആറായി ഒഴുകുന്നേ. ആട് പണ്ടും ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പാലത്തിൻ്റെ അടിയിലാണ്. എൻ്റെ നാടും ഞങ്ങളുടെ പുഴയും ഞങ്ങളുടെ സ്ഥലങ്ങളും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് പുനലൂർ തൂക്കോലവും കൂടെ കാണാം അടുത്ത വീഡിയോയിൽ. ടാറ്റ ബൈ. ഓക്കെ, സി യു. രന്നുകുട്ടാ ടാറ്റ ബൈ.